ഹായ് മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ഒരു പ്രോബ്ലം നിങ്ങൾ ഇതാ ഇങ്ങേരിൽ നിന്ന് പ്രതീക്ഷിക്കണം. ലെൻസ് ഇക്വേഷൻ പ്രോബ്ലം വരും. പ്രോബ്ലം പഠിച്ചേ പറ്റൂ. 3 മാർക്കിനോ 4 മാർക്കിനോ കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ കയ്യിൽ നിന്ന് പോകും അല്ലേ? നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒറ്റ വീഡിയോ കൊണ്ട് സാറ് ഈ സംഭവം സെറ്റാക്കി തരാം. ഏത് പ്രോബ്ലം നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുന്ന രീതിയിൽ സാറ് ട്രിക്ക് വഴി പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ലെൻസ് ഇക്വേഷൻ ആണ്. 1/f = 1/v - 1/u. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വെച്ച് നേരെ പ്രോബ്ലം ചെയ്യാത്ത പേർക്ക് അറിയാം അതിൻ്റെ ആ ഫ്രാക്ഷൻ വഴി ചെയ്യാൻ കുറച്ച് പണിയാണ് അല്ലേ? അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ എഫ് ആണെങ്കിൽ u × v / u - v, u ആണെങ്കിൽ f × v - f - v, v ആണെങ്കിൽ u × f / u + f. സാർ എങ്ങനെ പഠിക്കാം? എടാ എഴുതി പഠിക്കടാ, കയ്യിലൊന്നും എഴുതിക്കൊണ്ടോ കേട്ടോ, എഴുതി പഠിക്കാം, സെറ്റാക്കാം കേട്ടോ. റെഡി? എടാ ഇതിൻ്റെ മിറർ ഇക്വേഷൻ്റെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. ലെൻസിൻ്റെ ആണ് വീഡിയോ, മിററിൻ്റെ വീഡിയോ ഓൾറെഡി വേറെ വന്നിട്ടുണ്ട്. അറിയാത്തവരോട് പറയണം, അതും കൂടി കാണണം കേട്ടോ. റെഡി? അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിൽ കിടക്കല്ലേ. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ ഉണ്ട്. ലെൻസിൻ്റെ കേസിൽ കോൺകേവ് വരും, കോൺവെക്സിനും വരും. മിററിൻ്റെ കേസിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺവെക്സ് വരില്ല എന്ന്. ലെൻസിൻ്റെ കേസിൽ രണ്ടിൻ്റെയും പ്രോബ്ലംസ് നിങ്ങൾ കണ്ടേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാം. നമുക്ക് കോൺകേവും കോൺവെക്സും ഉണ്ട്. രണ്ടാണെങ്കിലും നിങ്ങൾ നെഗറ്റീവാണ്. നിങ്ങൾ നെഗറ്റീവോളികളല്ലടാ. എക്സാം വരുമ്പോൾ പേടിക്കാറില്ല, അയ്യോ എക്സാം തോക്കും, മറ്റേ ഫുൾ നെഗറ്റീവ് ചിന്തകളാണ് അല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. യുവിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ്. അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും. ഇനി ഫോക്കൽ ലെങ്ത്തിൻ്റെ കേസിൽ കോൺകേവ് നെഗറ്റീവ് അല്ല, ഒരു നെഗറ്റീവ് വൈബുള്ള ആളാ. കോൺവെക്സോ പോസിറ്റീവ് വൈബ്. അടാ അങ്ങനെ നല്ലൊരാൾ ചീത്താളൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ചുമ്മാ പറയാമെന്ന് കേട്ടോ. എഫ് നെഗറ്റീവാണ്, അയാളെ കേസിൽ പോസിറ്റീവാണ്. ഇനി വീൻ്റെ വാല്യൂ കോൺകേവിൻ്റെ കേസിൽ നെഗറ്റീവേ വരും. ഞാൻ പറയില്ലേ, ഇയാൾ കോൺകേവ് എന്താണ്? നെഗറ്റീവ് വൈബുള്ള ആളല്ലേ? അപ്പോൾ കോൺകേവ് എന്താണ്? നെഗറ്റീവ് വൈബാണ്. അയാളെ കേസിൽ നെഗറ്റീവേ വരുള്ളൂ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും കേട്ടോ. വീൻ്റെ വാല്യൂ കോൺകേവ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിൻ്റെ കേസിൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. കോൺവെക്സ് എന്താണ്? ഇടയ്ക്കൊന്ന് നന്മോളിയാവും, അതെപ്പോഴാണ് പോസിറ്റീവ് ആവും, അതെപ്പോഴാണ് റിയൽ ഇമേജ് ആകുമ്പോൾ. സോ കോൺവെക്സിൻ്റെ കേസിൽ റിയൽ ഇമേജ് ആണെങ്കിൽ വീൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇനി വെർച്വൽ ഇമേജ്, യഥാർത്ഥ ഇമേജ് ആണെങ്കിൽ വീൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓർത്ത് വെക്കണേ, സെറ്റ് അല്ലേ? ഇനി ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് രണ്ടുപേരിലും പോസിറ്റീവാണ്. ഒരു പ്രശ്നമില്ല, രണ്ടുപേരിലും പോസിറ്റീവാണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇയാളെ കേസിൽ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ ബാക്കിയൊക്കെ ഇയാൾ കണ്ടതാ, അങ്ങനെ സ്വഭാവങ്ങളൊക്കെ മാറുന്നെങ്കിലും ഇയാളെ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇയാളെ കേസിൽ പോസിറ്റീവാണ്. കാരണം വെർച്വൽ ഇമേജ് എന്താണ്? ഇറക്റ്റ് ഇമേജാണ്. ഇറക്റ്റ് ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് പോസിറ്റീവ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കോൺവെക്സിനെ സംബന്ധിച്ചോളം റിയൽ ആണെങ്കിൽ നെഗറ്റീവും വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഈ ടേബിൾ നിങ്ങൾ വേണം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സെറ്റ് അല്ലേ? ഓക്കെ ആയി. സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു ഗ്രീൻ ടിക്ക് തന്നെ എന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. റെഡി? ഇനി മാഗ്നിഫിക്കേഷൻ കൂടി പഠിക്കാനുണ്ട്. എടാ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. m = hi/ho. എടാ ഇത് ഏതിലും സെയിം ആണ്, മിററിലും സെയിം ആണ്. ഇനി ഇവിടെ വീണ്ടും യും വെച്ചുള്ള ഇക്വേഷനിലെ മിററിൽ -v/u ആയിരുന്നു, ഇവിടെ മൈനസ് ഇല്ലേ, വെറും v/u എന്നുള്ളൂ കേട്ടോ. ഇയാളാണ് ഇക്വേഷൻ. ഇനി ഇയാളെ പറ്റി മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? അയാൾ എന്താണ്? വെർച്വൽ ഇമേജ് ആണ്. ആൻഡ് എന്താണ്? ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ആണെങ്കിൽ അയാൾ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ആൻഡ് അത് ഇൻവേർട്ടഡ് ആയിരിക്കും. സെറ്റ് അല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലോ? ഇനി മാഗ്നിഫിക്കേഷൻ്റെ മോഡ്, ആ നമ്പർ ഒന്നിനേക്കാൾ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ -2, മാഗ്നിഫിക്കേഷൻ -2 എന്ന് കിട്ടി. അപ്പോൾ അതിനാൽ നിങ്ങൾ ആ നമ്പർ മാത്രം മൈൻഡ് ചെയ്താൽ മതി. നമ്പർ സൈൻ നോക്കണം കേട്ടോ. 2, ആ 2 എന്ന് പറഞ്ഞ നമ്പർ ഒന്നിനേക്കാൾ വലുതല്ലേ? അപ്പോൾ അത് മാഗ്നിഫൈഡാണ്. അയാൾ എന്താണ്? മാഗ്നിഫൈഡ്. ഇമേജ് എന്തായിരിക്കും? വസ്തുവിനേക്കാൾ വലുതായിരിക്കും. അതാണ് മോഡ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഞാൻ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അല്ലേ, ഇയാൾ എന്ത് ഇമേജ് ആയിരിക്കും? ഇയാൾ നെഗറ്റീവ് ആയതുകൊണ്ട് ഇയാൾ എന്താണ്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലേ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് എടുക്കല്ലേ. റെഡി? നേരെ കിടക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം. 5 സെൻറ്റിമീറ്റർ ടോൾ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, 5 സെൻറ്റിമീറ്റർ ഉയരമുള്ളൊരു വസ്തുവുണ്ട്. പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. 5 സെൻറ്റിമീറ്റർ ടോളുള്ള ഒബ്ജക്റ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്ററാണ്. എടാ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ്. അത് ഏത് ലെൻസ് ആയാലും പോസിറ്റീവ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവ്. അപ്പോൾ ഇയാളെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്ററാണ്. ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്ററാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഏത് മിററാ? കോൺവെക്സ് ലെൻസാ. കോൺവെക്സ് ലെൻസ് മിററിൽ ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ് അല്ലേ? എടാ കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താണ്? ഇയാളെ ഫോക്കൽ ലെങ്ത് നോക്ക്, പോസിറ്റീവാണ്. അപ്പോൾ ഇയാളെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. സെറ്റ് അല്ലേ? കോൺകേവ് ആണെങ്കിലോ നെഗറ്റീവ് കൊടുക്കണമായിരുന്നു. അടുത്ത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ ലെൻസ് ഈസ് 30 സെൻറ്റിമീറ്റർ. അതായത് യുവിൻ്റെ വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്?
30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ? നെഗറ്റീവ്. യുവിൻ്റെ വാല്യൂ നെഗറ്റീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നത്. നമ്മൾ ഫസ്റ്റ് എന്താ? ഫൈൻഡ് ദ പൊസിഷൻ, അതായത് വിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത സൈസ് ഓഫ് ദ ഇമേജ് ഫോംഡ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണാലോ. സോ നമുക്ക് ഫസ്റ്റ് വിൻ്റെ വാല്യൂ കാണാം അല്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ കാണാം. വി ഈക്വൽ ടു എന്താ മക്കളെ ഇക്വേഷൻ? വി ഈക്വൽ ടു നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. വി ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. വി യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ യു ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. അപ്പോൾ നിങ്ങൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. സോ യുവിനെ നിങ്ങൾ ബ്രാക്കറ്റിൽ ചെയ്താൽ യുവിൻ്റെ വാല്യൂ എത്ര? -30. ആ -30 ഒരു ബ്രാക്കറ്റിൽ ചെയ്താൽ ഇൻറ്റു എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ +20. അതും ഒരു ബ്രാക്കറ്റിൽ ചെയ്താൽ ഓൾ ഡിവൈഡഡ് ബൈ ഇനിയുള്ളതും ബ്രാക്കറ്റിൽ ചെയ്താൽ യുവിൻ്റെ വാല്യൂ -30 ആണ് അല്ലേ. അതിനൊരു ബ്രാക്കറ്റിൽ എഴുതി പ്ലസ് കൊടുത്തു. എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ +20. അതും ഒരു ബ്രാക്കറ്റിൽ കൊടുത്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 30 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 600. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -30 കിട്ടും. പ്ലസ് ഇൻറ്റു പ്ലസ് അല്ലേ വരിക? മൈനസ് ആവോ? ഇല്ല. റെഡി. ഇനി സിംപ്ലിഫൈ ചെയ്താൽ പോരെ. നിങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ 600 ഡിവൈഡഡ് ബൈ 30 കൊടുക്കാണ്ട് 20 കിട്ടാണ്ട് ചുരുക്കത്തിൽ നിങ്ങൾ 10 കൊടുക്കാനുണ്ട് അല്ലേ. മൈനസും വെട്ടിപ്പോയി. ഇനി എന്താ വരിക? 0 വെട്ടിപ്പോയി. സോ ഫൈനൽ ആൻസർ 60 സെൻറ്റിമീറ്റർ വരും. സോ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ അവിടെ പ്ലസ് എഴുതി വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. റെഡി. അത് കണ്ടു കേട്ടോ. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ദ ഇമേജ് ഫോംഡ്. ഇമേജിൻ്റെ സൈസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന് വകുപ്പുണ്ടോ? ഇമേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആരാ? HI എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വകുപ്പുണ്ടോ ഹൈറ്റ് ഓഫ് ദി ഇമേജിലേക്ക്? വകുപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിഫിക്കേഷൻ. നമുക്ക് മാഗ്നിഫിക്കേഷൻ റിലേഷൻഷിപ്പ് ആലോചിച്ച് നോക്ക്. HI ഡിവൈഡഡ് ബൈ HO ഇസ് ഈക്വൽ ടു V ബൈ യു എന്നാണ് അല്ലേ. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇങ്ങനെയാണ് ഇക്വേഷൻ. എന്താ നമ്മൾ പഠിച്ചത്? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ പഠിച്ചത് എന്താ? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു HI ബൈ HO ഇസ് ഈക്വൽ ടു V ബൈ യു എന്നാണ് പഠിച്ചത്. ഇതിൽ ആരാണ് നമുക്ക് കാണേണ്ടത്? ഇതിൽ ഇയാളാണ്. ഇങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്. ബാക്കിയെല്ലാം അറിയാം. ഇയാളറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ HOനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ HI ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ HO ഇൻറ്റു V ഡിവൈഡഡ് ബൈ യു. സെറ്റ് അല്ലേ? ഇനി വാല്യൂ കൊടുത്താൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടൂടെ? കാണാം. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാൻ പോകുന്നു. HOൻ്റെ വാല്യൂ 5 സെൻറ്റിമീറ്റർ ആണ്. 5 എന്ന് കൊടുത്തു. ഇൻറ്റു വിൻ്റെ വാല്യൂ എത്ര? വിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 60 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ +60. അപ്പോൾ +60 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യനിൽ യുവിൻ്റെ വാല്യൂ -30 ആണ്. അപ്പോൾ മൈനസ് ഒക്കെ മൈൻഡ് ചെയ്യണം കേട്ടോ. -30. അപ്പോൾ ഇത് വെട്ടി മാറ്റി എന്താ സംഭവിക്കുക? ഈ 30ഉം 60ഉം വെട്ടിപ്പോയി അല്ലേ. അപ്പോൾ ഇവിടെ 2 എന്ന് വരും. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര? 10 ആണ്. പക്ഷേ ഒരു മൈനസ് ബാക്കിയിലുണ്ട്. -10 എന്ന് വരും. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് സെൻറ്റിമീറ്റർ ഉണ്ടല്ലേ. സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ. സെൻറ്റിമീറ്റർ എത്ര? സെൻറ്റിമീറ്റർ മറന്നു പോയത്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? -10 സെൻറ്റിമീറ്റർ. ഇനി ഹൈറ്റ് ഓഫ് ദി ഇമേജ് മൈനസ് കിട്ടുമോ? കിട്ടണം. കാരണം നമുക്ക് എന്താണ്? റിയൽ ഇമേജാണ് നമുക്ക് കിട്ടിയില്ലേ? റിയൽ ഇമേജ് അല്ലേ. വിൻ്റെ വാല്യൂ എത്ര? പ്ലസ് അല്ലേ. അപ്പോൾ ഇതെന്ത് ഇമേജാ? റിയൽ ഇമേജ്. അങ്ങനെയും വേണേൽ കണ്ടുപിടിക്കുക. റിയൽ ഇമേജ് ആണെങ്കിൽ HIൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ വേണ്ടത് അല്ലേ. റിയൽ ആണെങ്കിൽ HIൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ. ടേബിൾ ഉണ്ട്. ടേബിൾ നോക്ക്. റിയൽ ഇമേജ് ആണെങ്കിൽ HIൻ്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ വേണ്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ്. സെറ്റാണ്. റെഡി. അപ്പോൾ അടുത്തത് ഈ ക്വസ്റ്റ്യൻ. ഒരു കോൺകേവ് ലെൻസ് ആണ്. ഫോക്കൽ ദൂരം 20 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. എടാ കോൺകേവിൻ്റെ കേസിൽ ഫോക്കൽ ലെങ്ത് എത്ര? മൈനസ് ആണ് കേട്ടോ. കോൺകേവ് നെഗറ്റീവ് ലെൻസ് ആണ്. അപ്പോൾ എന്താണ് നെഗറ്റീവ് എന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇയാൾ എന്താണ്? -20 ആണ്. ഈ ലെൻസിൽ 30 സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോൾ യു എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ 30 സെൻറ്റിമീറ്റർ വെച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിലേക്കുള്ള അകലം, അതായത് വിൻ്റെ വാല്യൂ എത്രയെന്നാണ് കാണാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ പറ, വിൻ്റെ വാല്യൂ പ്ലസ് ആയിരിക്കും മൈനസ് ആയിരിക്കും? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വിൻ്റെ വാല്യൂ പ്ലസ് ആയിരിക്കും മൈനസ് ആയിരിക്കും? കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ കാരണം? എന്താ? നമ്മളിത് ചെയ്തതാണ്. എവിടെ? നമ്മൾ ടേബിളുണ്ട്. കോൺകേവ് മിറർ ആണോ? വിൻ്റെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവാണ്. വെർച്വൽ ഇമേജ് നെഗറ്റീവ് വരണ്ടേ? അത് പക്ക എന്തായാലും വരും. അപ്പോൾ നമുക്ക് കാണുന്നതിൻ്റെ മുമ്പ് തന്നെ അറിയാം ഇയാളെ വാല്യൂ നെഗറ്റീവ് കിട്ടണം എന്ന്. ഇനി നമുക്ക് ചെയ്യാലോ. ഇനി നമുക്കൊരു മനസ്സമാധാനത്തോടെ ചെയ്യാം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആലോചിച്ചാൽ മതി. സോ വിൻ്റെ ഇക്വേഷൻ നമ്മളിത് അവിടെ ഉപയോഗിച്ച വിൻ്റെ സെയിം ഇക്വേഷൻ UF ഡിവൈഡഡ് ബൈ U പ്ലസ് എഫ്. സോ V ഇസ് ഈക്വൽ ടു UF ഡിവൈഡഡ് ബൈ U പ്ലസ് എഫ്. സോ V ഇസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ എത്ര? -30 ബ്രാക്കറ്റിൽ യൂസ് ചെയ്യാം. എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ -20 ഡിവൈഡഡ് ബൈ യുവിൻ്റെ വാല്യൂ -30 ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ഇവിടെ പ്ലസ് അല്ല, നടുവിൽ പ്ലസ് ആണ്. പ്ലസ് എഫിൻ്റെ വാല്യൂ എത്ര? എഫിൻ്റെ വാല്യൂ -20. റെഡി അല്ലേ? ഇനി കാര്യങ്ങളൊന്നുമില്ല. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തോ. മൈനസ് ഇൻറ്റു മൈനസ്
മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 30 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 600 ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -30 പ്ലസ് ഇൻറ്റു മൈനസ് 20 അല്ലേ. പരിപാടി കഴിഞ്ഞു. ഇനി എന്താ v ഈസ് ഈക്വൽ ടു പ്ലസ് 600 ഓൾ ഡിവൈഡ് 30 കൊടുക്കാണ്ട് 20 കൂടി കൊടുക്കാണ്ട് ടോട്ടൽ 50 കൊടുക്കാനുണ്ട് അല്ലേ. 0 വെട്ടി മാറ്റി പ്ലസ് ബൈ മൈനസ് -60/5 എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. കിട്ടിയോ? ഞാൻ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് വീന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടും. കിട്ടിയോ? എത്ര പേർക്ക് സാറ് പറഞ്ഞ പോലെ അവസാനം നെഗറ്റീവ് കിട്ടുന്ന ആദ്യമേ മനസ്സിലായി? അവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സെറ്റ്. അപ്പോൾ കോൺഫിഡൻസിൽ എക്സാം എഴുതാം. നമ്മൾ ഈ പറഞ്ഞ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചോ മക്കളെ, ഒരു പ്രോബ്ലം തെറ്റില്ല, കൃത്യമായിട്ട് ചെയ്യുക. ബാക്കി മാത്സ് ഒക്കെ പോട്ടെ, ഈ ടേബിൾ നിങ്ങൾ പഠിച്ചോ, സെറ്റ് ആവട്ടോ. സോ ടേബിൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മിററിന്റെ ഇക്വേഷൻ കാണാൻ നിങ്ങൾ പോകരുത്.